നമസ്കാരം. സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിന് കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണവും പെരുമാറ്റ രീതികളുമെന്ന് തെലുങ്ക് സൂപ്പർ താരം. അതെ, സിൽവർ സ്ക്രീനിൽ നാം കാണുന്ന പല സൂപ്പർ താരങ്ങൾക്കും യഥാർത്ഥ ജീവിതത്തിൽ നാം അവർക്ക് കൽപ്പിച്ചു നൽകുന്ന ആദർശ ധീരതയോ ശരിയായ നിലപാടുകളോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരും സാധാരണ മനുഷ്യരെ പോലെയൊക്കെ, അല്ലെങ്കിൽ അതിലധികം പല കാര്യങ്ങളിലും തെറ്റുകുറ്റങ്ങൾ വരുത്താം. ഇത് തിരിച്ചറിയുന്നത് അന്ധമായ വീരാരാധനയ്ക്ക് ഒരല്പം അയവ് വരുത്തിയേക്കാം. പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം പണിയാൻ പോലും മടിയില്ലാത്ത, കൂറ്റൻ കട്ടൗട്ടുകളിൽ പാലഭിഷേകം നടത്തുന്ന, റിലീസിംഗ് ഡേറ്റിൽ തിയേറ്ററിനുള്ളിൽ വരെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഡൈ ഹാർഡ് ഫാൻസ് ഉള്ള തെലുങ്ക് നാട്ടിൽ. പറഞ്ഞു വരുന്നത് മെഗാസ്റ്റാറിനെ കുറിച്ചാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെ കുറിച്ചല്ല, തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച്. 47 വർഷത്തോളമായി തെലുങ്ക് സിനിമ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതികായനാണ് അദ്ദേഹം. സിനിമാ പാരമ്പര്യം ഒന്നുമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വന്ന് കുടുംബവാഴ്ച നിലകൊള്ളുന്ന തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്റേതായ സാമ്രാജ്യം പടുത്തുയർത്തിയവരാണ്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്ന താരം കൂടി ഇദ്ദേഹമായിരുന്നു. അതും അമിതാഭ് ബച്ചൻ ഹിന്ദി സിനിമയിലെ മിന്നും താരമായി നിൽക്കുന്ന കാലത്ത്. ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും സജീവമായി. എത്ര സിനിമകൾ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ആരാധകർ ചിരഞ്ജീവിയുടെ സിനിമകൾക്ക് കാത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ തെലുങ്ക് നാട്ടിലെ വലിയ ആഘോഷമായ സംക്രാന്തിക്കും ചിരഞ്ജീവിയുടെ ഒരു സിനിമ റിലീസിനുണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ ചിത്രം ഇപ്പോഴും. പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ കുറിച്ചാണ്. കൂടാതെ കേന്ദ്ര സഹമന്ത്രിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും കൂടിയായിരുന്ന ഒരു മനുഷ്യൻ, ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്രയ്ക്കും ശേഷിയുള്ള ഒരു മനുഷ്യൻ പൊതുപ്രസ്താവനകൾ നടത്തുമ്പോൾ ഏറെ സൂക്ഷ്മത പുലർത്തേണ്ടിയിരിക്കുന്നു. പൊതുപരിപാടികളിൽ സംസാരിക്കുമ്പോൾ നാക്കുപിഴ വരുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ അതിനപ്പുറം ഏറെ പിന്തിരിപ്പനായ നിലപാടും വാക്കുകളുമാണ് ചിരഞ്ജീവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് വരാം. തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിയുടെ പുതിയ പ്രസ്താവന ടോളിവുഡിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്ക് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ലെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. ആർക്കെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ തെറ്റാണെന്ന് കൂടി താരം പറഞ്ഞു വെക്കുന്നു. ഇതോടുകൂടി സ്ത്രീകളടക്കം നിരവധി പേരാണ് ചിരഞ്ജീവിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഗായിക ചിന്മയി ശ്രീപദ രൂക്ഷമായ ഭാഷയിലാണ് ചിരഞ്ജീവിയുടെ പ്രസ്താവനയെ വിമർശിച്ചത്. ഹൈദരാബാദിൽ തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്നൊരു ചടങ്ങിനിടെയായിരുന്നു ചിരഞ്ജീവിയുടെ ഈ വിവാദ പരാമർശം. തെലുങ്ക് സിനിമയെ ഒരു കണ്ണാടിയോടാണ് ചിരഞ്ജീവി ഉപമിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തെലുങ്ക് സിനിമാ വ്യവസായം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഉറച്ച തീരുമാനത്തോടും കഠിനാധ്വാനത്തോടും കൂടി വരൂ. ഇതൊരു മികച്ച മേഖലയാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇവിടെ എല്ലാവർക്കും വളരാൻ സാധിക്കും. സിനിമാ വ്യവസായത്തിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊന്നില്ല. എല്ലാം നിങ്ങളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും. ആർക്കെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ തെറ്റാണെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. നിങ്ങൾ ഗൗരവത്തോടെയും പ്രൊഫഷണലായി പെരുമാറിയാൽ ആരും നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കില്ല. ധൈര്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ വളരാം എന്നിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളും അതിക്രമങ്ങളും ലോകമെമ്പാടും ചർച്ചയാകുമ്പോഴാണ് ആ ചർച്ചകളുടെ ഗൗരവം പോലും ചോർത്തുന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഇത്തരം പ്രസ്താവനകൾ. ചൂഷണം ചെയ്യപ്പെടുന്നത് ഇരയുടെ തെറ്റാണ് എന്ന മട്ടിലാണ് ഈ മുതിർന്ന താരം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ചിരഞ്ജീവിയുടെ നിലപാട് സോഷ്യൽ മീഡിയയെ ആകെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ടവരെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന രീതിയാണിതെന്ന് പലരും വിമർശിക്കുന്നു. നല്ലൊരു വിഭാഗം പ്രേക്ഷകരും ചിരഞ്ജീവിയുടേത് സ്ത്രീവിരുദ്ധമായ നിലപാടാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചിരഞ്ജീവിയുടെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഗായിക ചിന്മയി ശ്രീപദയാണ് സെലിബ്രിറ്റികളിൽ ആദ്യം രൂക്ഷമായ ഭാഷയിൽ ഇതിനെ വിമർശിച്ചത്. കാസ്റ്റിംഗ് കൗച്ച് ഒരു യാഥാർത്ഥ്യമാണ്. സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാൻ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാത്ത സ്ത്രീകൾക്ക് വേഷങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതും ലൈംഗികമായി പീഡിപ്പിക്കുന്നതും ഒരു വ്യാപകമായ പ്രശ്നമാണ്. ചിരഞ്ജീവിയുടെ വാക്കുകൾ ഇരകളെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും ചിന്മയി എക്സിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മലയാള സിനിമയിലെ ചൂഷണങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി മാതൃകയിലുള്ള അന്വേഷണം തെലുങ്ക് സിനിമാ മേഖലയിലും വേണമെന്ന് ചിന്മയി നേരത്തെ മുതൽ ആവശ്യമുയർത്തിയിരുന്നു. ചിരഞ്ജീവിയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പലരും താരത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് നിഷേധിക്കലും ഇരകളെ കുറ്റപ്പെടുത്തലും സിനിമാ വ്യവസായത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള സ്ത്രീവിരുദ്ധതയെ തുറന്നുകാട്ടുന്നതായി പലരും കമന്റുകളിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതിക്രമവും ചൂഷണവും നേരിട്ടവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ഒരു മുതിർന്ന താരത്തിന് ചേർന്നതല്ലെന്ന് ആരാധകർ വിമർശിക്കുകയും ചെയ്യുന്നു. മുൻപ് പൊതുവേദികളിൽ മറ്റ് നടിമാരോട് ചിരഞ്ജീവി പെരുമാറിയ രീതി ചൂണ്ടിക്കാട്ടിയും ചിലർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നടിമാരെ അനാവശ്യമായി സ്പർശിക്കുകയും അശ്ലീല ചുവയുള്ള തമാശകൾ പറയുകയും ചെയ്തിട്ടുണ്ടെന്ന്
വിമർശകർ അദ്ദേഹത്തിന്റെ വീഡിയോകൾ പങ്കുവച്ച് ആരോപിക്കുന്നു. സ്ക്രീനിൽ നായക വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾ നല്ല മനുഷ്യനാകില്ലെന്നും ഇത്തരം ചിന്താഗതികൾ സിനിമയിലെ പുരുഷാധിപത്യത്തിന്റെ തെളിവാണെന്നും വിമർശകർ പറയുന്നു. ചിരഞ്ജീവി ഈ അടുത്ത കാലത്തും ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളിലൂടെ പുലിവാല് പിടിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതിന് 2025 ഫെബ്രുവരിയിൽ ചിരഞ്ജീവി വിമർശനം നേരിട്ടിരുന്നു. മകൻ രാം ചരണിന് വീണ്ടും ഒരു പെൺകുട്ടി ജനിക്കുന്നതിനെ താൻ ഭയക്കുന്നുവെന്നും അദ്ദേഹം ഒരു ചടങ്ങിൽ തമാശയായി പറഞ്ഞത് കടുത്ത സ്ത്രീവിരുദ്ധതയാണെന്നും ആധുനിക കാലത്തിന് ചേരാത്ത ഒരു മോശം തമാശയാണെന്നും അന്നേ വിമർശനമുയർന്നിരുന്നു. സിനിമകളുടെ പ്രൊമോഷൻ ചടങ്ങുകളിൽ നടിമാരോട് അനാവശ്യമായി സ്പർശിക്കുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറാറുണ്ടെന്നും മറ്റു ചില വിമർശനങ്ങൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് ആചാര്യ എന്ന സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങിനിടെ നടി പൂജ ഹെഗ്ഡെയെ ചേർത്ത് പിടിച്ചതും താരത്തെ അസ്വസ്ഥയാക്കിയതും സോഷ്യൽ മീഡിയയിൽ അന്ന് വലിയ ചർച്ചയായിരുന്നു. എന്തു തന്നെ ആയിരുന്നാലും രാജ്യം ബഹുമാനിക്കുന്ന ഒരു വലിയ താരത്തിൽ നിന്നുമുണ്ടായ ഇത്തരം സമീപനങ്ങൾ സിനിമാ മേഖലയിൽ പുതിയ അവസരങ്ങൾ തേടി വരുന്ന പുതിയ പ്രതിഭകളുടെ ഊർജം കെടുത്തിക്കളയുന്നത് തന്നെയാണ്. സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഇത്തരം വ്യക്തികൾ പൊതു ഇടങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തണമെന്നും പ്രസ്താവനകളിൽ കൂടുതൽ മാന്യത കാണിക്കണമെന്നും പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണെങ്കിലും കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.